രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയായിരുന്നു. ഇതിനുശേഷമാണ് ഇത്തരത്തിൽ പൊടുന്നനെ ഒരു പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുന്നത്. എന്തായാലും നിലവിൽ അനുക്രമങ്ങൾ പാളിയിരിക്കുന്നു, ചർച്ചകൾ പരാജയപ്പെട്ടിരിക്കുന്നു. ജിതേന്ദ്ര സിംഗ് ഇവിടെ നിന്ന് മടങ്ങിയിരിക്കുകയാണ്. കൂടുതൽ കേന്ദ്രമന്ത്രിമാരെ ഇങ്ങോട്ടേക്ക് എത്തിച്ചുകൊണ്ട് ഒരു സമന്വയത്തിനുള്ള ശ്രമം ഇപ്പോഴും കേന്ദ്ര സർക്കാർ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കൂടുതൽ നേതാക്കൾ ഇങ്ങോട്ടേക്ക് എത്താനുള്ള ഒരു ശ്രമം തന്നെയാണ് തുടരുന്നത്. എന്തായാലും നിലവിൽ ജെ.പി. നദ്ദ അടക്കമുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ആഭ്യന്തര മന്ത്രാലയവും അതോടൊപ്പം തന്നെ ഇന്റലിജൻസ് വിഭാഗവും ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. കാരണം പ്രധാനമന്ത്രിയുടെ വസതി എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ആർക്കും പ്രവേശനമില്ലാത്ത ഒരു മേഖലയാണ്. 1 കിലോമീറ്റർ പരിധിയിൽ പോലും ഏതെങ്കിലും തരത്തിൽ അസ്വാഭാവികമായിട്ടുള്ള ഒരു തരത്തിലുള്ള പ്രതിഷേധത്തിന് സംഘർഷങ്ങൾക്കോ സാക്ഷ്യം വഹിക്കാറില്ല. കനത്ത സുരക്ഷയാണ് ഒരുക്കി വെക്കാറുള്ളത്. പക്ഷേ പോലീസിനെയും ഇന്റലിജൻസ് വിഭാഗത്തെയും കബളിപ്പിച്ചുകൊണ്ട് വലിയ പ്രതിഷേധത്തിലേക്ക് രാഹുൽ ഗാന്ധി എത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു വിജയത്തിലേക്ക് സമരം മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. കാരണം ഇതോടൊപ്പം തന്നെ കേരളത്തിൽ നടക്കുന്ന എംപിമാരുടെ പാർലമെന്റ് സമ്മേളനം നടക്കുന്നതുകൊണ്ട് തന്നെ എംപിമാരടക്കം ഇവിടെയില്ല. എല്ലാ ശക്തമായിട്ടുള്ള പ്രതിഷേധം സമരം കടുപ്പിക്കുകയാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം. രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ അവിടെ ഇരുന്ന് സംസാരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുന്നവരോട് പോലും അവിടെ ഇരുന്ന് സമാധാനപരമായി സമരം തുടർന്നു കൊണ്ടുപോകുവാൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനമെന്നാണ് നമുക്ക് സമര രീതിയിൽ നിന്ന് ദൃശ്യങ്ങളിൽ നിന്ന് തത്സമയം മനസ്സിലാക്കുന്നത്. ഏതായാലും പ്രവർത്തകരെ എല്ലാം പിന്തള്ളി അവിടെ ഇരുന്ന് പ്രതിഷേധിക്കുന്ന എംപിമാർക്ക് ചുറ്റും പോലീസ് നിരന്നിട്ടുണ്ട്. ഒപ്പം രാഹുൽ ഗാന്ധി MP അടക്കമുള്ളവരുടെ അംഗരക്ഷകരും അവിടെയുണ്ട്. പോലീസ് വളഞ്ഞിരിക്കുകയാണ്. ഈ പ്രതിഷേധം അവിടെ ഇരുന്ന് പ്രതിഷേധിക്കുന്ന പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള MPമാർക്ക് ചുറ്റും ഇപ്പോൾ വലിയൊരു ഒരു പ്രതിരോധ മതിൽ പോലെ പോലീസ് നിൽക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിയോട് പോലീസ് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കൂട്ടിക്കെട്ടിയ കൈകൾ ഉയർത്തി കാണിച്ചുകൊണ്ട് പോലീസുകാരോട് രാഹുൽ ഗാന്ധി സംസാരിക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ തത്സമയം കാണാം. ഏതായാലും ഇപ്പോൾ നടക്കുന്ന നിലപാടുകളിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് തന്നെ പറഞ്ഞു വയ്ക്കുകയാണ് രാഹുൽ ഗാന്ധി. നേരത്തെ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് വന്നിരുന്നു രാഹുൽ ഗാന്ധിയുടെ അടുത്തേക്ക്. രാഹുൽ ഗാന്ധിയോട് സംസാരിച്ചിരുന്നു. എന്താണ് സംസാരിച്ചത് എന്ന വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കുന്നില്ലെങ്കിൽ പോലും ഈ ഒരു സാഹചര്യത്തിൽ, ഈ ഒരു സമര സന്ദർഭത്തിൽ രാഹുൽ ഗാന്ധി അവിടെ നിന്ന് മടങ്ങിപ്പോകണം, ഈ സമരം അവസാനിപ്പിക്കണം എന്ന് തന്നെ ആകണം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ദൂതായി, സന്ദേശമായി ജിതേന്ദ്ര സിംഗ് വന്ന് രാഹുൽ ഗാന്ധിയോട് സംസാരിച്ചത് എന്നാണ് നമ്മൾ അനുമാനിക്കുന്നത്. ഏതായാലും ഈ സമരത്തിൽ നിന്ന് അനുനയിപ്പിച്ച കോൺഗ്രസ് ദേശീയ നേതാക്കളെ മടക്കി അയക്കാനുള്ള ഒരു ശ്രമം പോലീസിൻ്റെ ഭാഗത്തുണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ അവിടെ നിലത്തിരുന്ന് പ്രതിഷേധിക്കുന്ന MPമാരുടെ ചുറ്റും പോലീസ് ഒരു വലയം തീർത്തിരിക്കുന്നത്. ആ വലയത്തിനുള്ളിലാണ് ഇപ്പോൾ പ്രതിഷേധക്കാരുള്ളത്.